പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനം 30 അധ്യായം അതിൻ്റെ 1 കർത്താവ് പറഞ്ഞു, യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. ആമേൻ. ശത്രുക്കളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട എന്ന് കർത്താവ് അരുളിച്ചെന്നു. ഈ നാളുകളിൽ, ഈ ദിവസങ്ങളിൽ നിങ്ങളെ നിന്ദിച്ച, നിങ്ങളെ പരിഹസിച്ച, നിങ്ങളെ ദ്രോഹിച്ച, നിങ്ങളെ മാനസികമായി ഉപദ്രവിച്ച, നിങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ച ശത്രുവിൻ്റെ മുമ്പിൽ കർത്താവ് നിന്നെ വലിയവനാക്കാൻ പോകുന്നു. ആമേൻ. ആ ശത്രു കണ്ട് ലജ്ജിക്കത്തക്ക വിധം ദൈവം നിന്നിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നു. ആമേൻ. കർത്താവ് പറയുന്നു, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. രോഗികളായിട്ടുള്ള ആരെങ്കിലും ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ, അത് എന്ത് രോഗമോ ആയിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, ഇനി എന്താണ് പറയുക, ഷുഗർ ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, എന്ത് രോഗമോ ആയിക്കോട്ടെ, ഡോക്ടർമാർ കൈയൊഴിഞ്ഞ രോഗികളായിക്കോട്ടെ, മനുഷ്യൻ തള്ളിയതിനെ ദൈവം സ്വീകരിക്കും. ആമേൻ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ മനുഷ്യൻ തള്ളിയതിനെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുകയും സങ്കടപ്പെടുകയും അരുത്. ആമേൻ. കർത്താവ് സൗഖ്യദായകനായ ദൈവമാണ്. അതുകൊണ്ട് രോഗികളായിട്ടുള്ള ആരെയും ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ സൗഖ്യമായിരിക്കുന്നു എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ആമേൻ. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും കരയേറ്റിയിരിക്കുന്നു. ആമേൻ. ഈ ക്യാൻസർ പോലുള്ള രോഗികൾ എന്താണ് പറയുക, ഏത് രോഗമായിരുന്നാലും ശരി, അവസാന ഘട്ടമാകുമ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറയും, ഇനി ഒന്നും ചെയ്യാനില്ല, വീട്ടിൽ കൊണ്ടുപോക്കോ, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ അങ്ങ് കൊടുത്തോ, കാണിക്കേണ്ടവരൊക്കെ കാണിച്ചോ എന്നവർ പറയും. അങ്ങനെ ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആരെങ്കിലും ഈ ദിവസങ്ങളിൽ വീടുകളിൽ ആയിരിക്കുന്നുവെങ്കിൽ അവരോട് കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. ആമേൻ. കർത്താവ് നിങ്ങളുടെ രോഗത്തിന്മേൽ, ആ ഒരു പൈശാചിക രോഗബന്ധനത്തിന്മേൽ ഇപ്പോൾ വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.